എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പ്ലീറ്റഡ് പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1.25 മീറ്റർ തുണിയാണുള്ളത്. വീതി 60 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതേപോലെ നല്ല വശം ഉള്ളിലേക്കാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ചിലധികം കര വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്താം. ഇനി മുകൾ വശം ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അളവുകൾ എടുക്കുന്ന വിധം ഞാൻ ചിത്രത്തിൻ്റെ സഹായത്തോടെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 38 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ 1.5 ഇഞ്ച് ബാൻഡ് വരുന്നതുകൊണ്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 37 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോട്ടം മടക്കിയടിക്കാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഹിപ്പ് വന്നിട്ട് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9.25 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ക്രോച്ച് ലൈന് മാർക്ക് ചെയ്താൽ മതി. അതുപോലെ ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം എടുക്കുക. 27.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 13.25. ഒരു 2 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യാം. ഇവിടെ ഈ 36-ലെ 12-ലെ ഭാഗം ഒരു 3 ഇഞ്ചും ഒരു പോയിന്റും മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മളിതിൻ്റെ സീറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് വരച്ചെടുക്കാം. ഈ ഇതിൻ്റെ അരവണ്ണം 34 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചിത്രങ്ങൾ കാണിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ 34-ലെ 4 ഭാഗം 8 ഇഞ്ച് വരും. 8 ഇഞ്ചും ഒരു 1 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇടാം. 9.5. പിന്നെ ഇവിടെ നമ്മൾ 2 പ്ലീറ്റാണ് കൊടുക്കുന്നത്. അത് ഒന്ന് 1 ഇഞ്ചിൻ്റെ ഒന്ന് 1/2 ഇഞ്ചിൻ്റെ. അപ്പോൾ 1.5 ഇഞ്ച് വേണം. അപ്പോൾ ആ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലൈക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ 2 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കാം. ഇനി ഇവിടെ ആകെ എത്ര അകലുണ്ട് നോക്കുക. ഇതിപ്പോൾ 13 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 6.5 ഇഞ്ച്. ഈ 6.5 ഇഞ്ച് മുകളിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം നമ്മൾ അളവെടുത്തത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച്, അതിൻ്റെ പകുതി 4 ഇഞ്ച് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. അടുത്ത സൈഡിലേക്ക് അതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ബോട്ടത്തിൽ ഒരു 1/4 ഇഞ്ച് അധികം മാർക്ക് ചെയ്യാം. 4.25. ഇങ്ങോട്ടും അതേപോലെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുട്ട് ലൂസ് വേണ്ടത് നമുക്ക് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9, അതിൻ്റെ പകുതി 4.5 ഇവിടെ മാർക്ക് ചെയ്യുക. 4.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കുക. നേരെ തിരിച്ച് ഇവിടെ അതേപോലെ വെച്ചിട്ട് വരച്ചെടുക്കുക. ഇനി ഇവിടെ നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു പ്ലീറ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് പ്ലീറ്റ് വീണ്ടും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അരവണ്ണം വേണ്ടത് 34 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 8.5 ഇഞ്ച് വരും. 8.5യും ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ചാണ് തയ്യത്തുമ്പ് വരേണ്ടത്. ഇങ്ങോട്ട് 1/2 ഇഞ്ച്. അപ്പോൾ 9.25 ഇഞ്ച്. 9.25ഉം 1.5 ഇഞ്ച് ടെക്ക്. അതായത് ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച്. 9.25 ഒന്നും 10.25, 10.25 ഇഞ്ചാണ് ആകെ വേണ്ടത്. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ വരച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ പോക്കറ്റിൻ്റെ പോക്കറ്റ് വന്നിട്ട് ഇവിടെ
സ്ട്രൈറ്റ് പോക്കറ്റാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതിങ്ങനെ ഇതേപോലെ തിരിച്ചെടുക്കുക. അതായത് ഫ്ലൈ കട്ട് ചെയ്ത ഭാഗം ഈ വശത്തേക്ക് വന്നാൽ മതി. ഇവിടെ ഫോൾഡഡ് സൈഡ്. ഇനി ഇവിടെ നിന്ന് ഈ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതേപോലെ ഈ ലൈനിനൊപ്പം ഒന്ന് വരയ്ക്കുക. ഇവിടെ താഴെ ഒരു 1/2 ഇഞ്ചിൽ ഒരു വര ഇടുക. ഇനി ഇതിൻ്റെ തുട ലൂസ് മാർക്ക് ചെയ്യാം. തുട ലൂസ് വേണ്ടത് നമുക്ക് 26 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കിൻ്റെ ഇവിടെ താഴെ ഒരു 1/2 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് അളന്ന് നോക്കുക. ഇത് 11.5 ഇഞ്ച് വരുന്നുണ്ട്. ഈ 11.5 ഇഞ്ച് ഇങ്ങോട്ട് വയ്ക്കുക. 26 ഇഞ്ച് നമുക്ക് ഇവിടെ ഈ തയ്യത്തുമ്പിൽ വയ്ക്കുക. അതിനുശേഷം ഈ 11.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. ബോട്ടോ അതേപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. ഇതൊരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുമ്പോൾ നമുക്ക് 2 തയ്യത്തുമ്പും ഒരുമിച്ച് വെച്ച് തച്ചാൽ മതി. ഇനി ഇവിടെ നേരെ ഇതേപോലെ മുകളിലേക്ക് വരയ്ക്കുക. ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ചെരിച്ച് വരയ്ക്കുക. അതുപോലെ ഈ ലൈന് അടിയിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് സീറ്റ് മാർക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് അരവണ്ണം വേണ്ടത് 34 അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8.5 ഇഞ്ച്. 1 ഇഞ്ച് ഇവിടെ ഒരു ടെക്ക് വരുന്നുണ്ട് 9.5. ഈ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 2 ഇഞ്ച് ബാക്കിലത്തെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി അതേപോലെ സീറ്റ് വന്നിട്ട് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9.25 ഇഞ്ച് വരും. 9.25 1 ഇഞ്ച് നമുക്കിവിടെ സീറ്റ് ലൂസ് കൊടുത്താൽ മതി. 10.25 ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ 10.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഈ തയ്യത്തുമ്പിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ബാക്കിൽ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. താഴേക്ക് ഇതേപോലെ വരച്ചിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ടക്ക് ഇട്ടിട്ട് ഒരു 5 ഇഞ്ച് വീതിയിൽ പോക്കറ്റ് വയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ബാൻഡ് ക്യാൻവാസ് കട്ട് ചെയ്യാം. ഇത് 1.5 ഇഞ്ച് ക്യാൻവാസാണ്. നമുക്ക് ഈ തുണീൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാണുള്ളൂ. ഇവിടെ നമുക്ക് ആദ്യം ഒരു 1.25 ഇഞ്ച് ബാക്കിലേക്കുള്ള തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം അരവണ്ണം വേണ്ടത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 17 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതിയിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇതിൽ ഓവർ ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം
ഒരു 3.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഇത് വന്നിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ഹുക്ക് വയ്ക്കുക. അപ്പോൾ ഹുക്ക് വയ്ക്കുമ്പോൾ അല്പം ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി ഇതിൽ കട്ട് ചെയ്യുക. അതായത് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടിയിലേക്കുള്ള ക്യാൻവാസ് കൂടെ എടുക്കാം. അത് ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 34 ഇഞ്ച് പകുതി എടുത്തിരുന്നു. ഇവിടെ നിന്ന് 1 ഇഞ്ച് അധികം എടുത്താൽ മതി. ഇനി അത് ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഈ മാർക്കിംഗ് ഒന്ന് ഇതിലേക്ക് കൂടെ ചേർത്ത് വരയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് വേണം. അതുകൂടെ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇത് മുൻവശത്ത് സെൻറ്ററാണ് വരിക. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ബാക്ക് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് ഇതുവരേക്കും എത്ര അകലുണ്ട് നോക്കുക. 12 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൽ 4 ഇഞ്ച്, 8 ഇഞ്ച്, 12 ഇഞ്ച്. അപ്പോൾ മൊത്തത്തിൽ 8 ലൂപ്പാണ് വരുന്നത്. കുറച്ചുകൂടെ അരവണ്ണം കുറവുള്ളതാണെങ്കിൽ നമുക്ക് 6 ലൂപ്പ് വെച്ചാൽ മതി. ഇവിടെ വന്നിട്ട് ഈ കോർണർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതായത് ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് അല്പം ചെരിച്ച് കട്ട് ചെയ്യുക. ഇത് നമുക്ക് എളുപ്പത്തിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് ചതുരത്തിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വരും, ഇവിടെ ഒരു ഹുക്ക് വരും. ഇനി ഇതേപോലെ വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.